വെറും 2 മിനിറ്റ് കൊണ്ട് നമുക്കൊരു പലാസോ പാൻറ് കട്ട് ചെയ്യാൻ പഠിച്ചാലോ? ക്ലോത്ത് ഞാൻ 4 ആയിട്ട് മടക്കിയിട്ടേക്കുവാണ്. ഇനി മുകൾ വശത്ത് നിന്ന് 2 ഇഞ്ച് എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നു. ഇനി ആ 2 ഇഞ്ച് വരച്ച ഭാഗത്ത് നിന്നാണ് നമുക്ക് പാൻറ്റിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. എനിക്ക് 33 വേണ്ടത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് അടിവശം മടക്കി അടിക്കാനും കൂടി ചേർത്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ലൈനിലായിട്ട് നമുക്ക് ഹിപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മുടെ വേസ്റ്റ് റൗണ്ട് അല്ല എടുക്കേണ്ടത്, വേസ്റ്റിൻ്റെ തൊട്ടതായത്താണല്ലോ ഹിപ്പായിട്ട് വരുന്നത്. ആ ഭാഗത്തെ റൗണ്ട് എത്രയാണെന്ന് നോക്കിയിട്ട് അതിനെ 3 കൊണ്ട് ഹരിച്ചിട്ട് ആ കിട്ടുന്ന ഉത്തരം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് താഴോട്ടേക്ക് നമുക്ക് ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്യണം. ക്രോച്ച് ലെങ്ത് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് മുകളിൽ നമ്മൾ ഹിപ്പ് മാർക്ക് ചെയ്തല്ലോ, അത് എത്രയാണോ അത് തന്നെ ക്രോച്ച് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അവിടുന്ന് പുറത്തേക്കായിട്ട് ഒരു 2.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എന്നിട്ട് നമ്മളൊരു കർവ് ഷേപ്പിൽ വരച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇനി പാൻറ്റിൻ്റെ അടിവശത്തെ വീതിയായിട്ട് മിനിമം ഒരു 12 ഇഞ്ചെങ്കിലും കൊടുക്കണം. കാര്യം നമ്മൾ പലാസോ പാൻ്റ് ആണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഈ പോയിന്റ് നിന്ന് നമ്മൾ 12 മാർക്ക് ചെയ്ത് അവിടേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുക്കുകയാണ് വേണ്ടത്. ഇനി നമ്മൾ ഈ വരച്ചേക്കുന്ന ലൈനിലൂടെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാവുന്നതാണ്.